ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സസ്പെൻഷനായ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ എം.കെ. റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത്. എം.കെ. റാം ബോഡി ഷേമിംഗ് നടത്തുന്നത് പതിവാണെന്നും പെൺകുട്ടികളെ തല്ലാൻ ആൺകുട്ടികളെ നിർബന്ധിക്കാറുണ്ടെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ ഡോക്ടർ റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം. സംഗീത എന്നിവരെ പ്രതികളാക്കി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇയാൾ നിറത്തിന്റെ പേരിൽ കുട്ടികളെ അധിക്ഷേപിക്കുന്നത് സ്ഥിരമാണെന്നും ഇതിനെതിരെ ഡീനിന് പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അതിന്റെ വിവരങ്ങൾ പോലും അറിയില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നത്. ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, സ്കിന്നി എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇയാൾ വിളിച്ചിരുന്നത്. ആൺകുട്ടികളെ അധ്യാപകൻ ഉപദ്രവിക്കാറുണ്ടെന്നും ഈ വിദ്യാർത്ഥിനി പറയുന്നു. പെൺകുട്ടികളെ തല്ലാൻ ആൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകും. തിരിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. തല്ലാൻ വരുന്ന ആൺകുട്ടിക്കും അത് ചെയ്യാതെ മറ്റു മാർഗമില്ല. ആ കുട്ടിയും നിസ്സഹായനാണെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. പേടിച്ചിട്ടാണ് തങ്ങൾ ഇതൊക്കെ പുറത്തു പറയാത്തത്. കാരണം ഈ അധ്യാപകൻ അറിയാവുന്നവരാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയാൽ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് ഇയാളുടെ ഭീഷണിയും ഉണ്ടായിരുന്നു. പല കുട്ടികളെയും മാർക്ക് കുറച്ചും പരീക്ഷ എഴുതിക്കാതെയും ഇരുത്തിയിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചിട്ടാണ് ആരും ഇതുവരെ പരാതി ഒന്നും നൽകാതിരുന്നത്. എന്നാൽ സംഗീത മാഡത്തിനോട് നല്ല പോസിറ്റീവ് രീതിയാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ഒരു സീനിയർ ആൾ അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ മാഡത്തിന് തിരിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാവും മാഡം ഒന്നും പറയാത്തതെന്നാണ് ഈ വിദ്യാർത്ഥിനി പറയുന്നത്. അതേസമയം കോളേജിനെതിരെ സമരത്തിലാണ് കോളേജിലെ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം ചെയ്യുകയാണ്. കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളും മഹിളാ സംഘടനകളും പ്രതിഷേധം തുടരുകയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ എം.കെ. റാം സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നും അയാൾക്കെതിരെ പരാതി നൽകിയപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരുന്നുവെന്നും അവസാന വർഷ വിദ്യാർത്ഥിനി നയന നിഷികാന്ത് പറയും. രക്ഷിതാക്കളോട് വിദ്യാർത്ഥികളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കും. ഉത്തരക്കടലാസുകൾ വലിച്ചെറിയും. വൈവ പൂർത്തിയാക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തും. ഈ ഡോക്ടർ റാമിനെതിരെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ യൂണിവേഴ്സിറ്റി അധികൃതർക്കും പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് 2 മാസം ഇയാളെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ കെ.ടി. സംഗീതയെക്കുറിച്ച് പലർക്കും മോശം അഭിപ്രായമില്ല. അവർ ജൂനിയർ അധ്യാപികയാണെന്നും നയന പറയുന്നു. അവസാന വർഷ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. ബാക്കി വിദ്യാർത്ഥികൾക്ക് കോളേജ് അവധി നൽകിയിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ഈ ഡോക്ടർ റാം അവരോട് സംസാരിക്കുന്നത്. അച്ഛന് എന്താണ് ജോലിയെന്നും 1 മാസം എത്ര രൂപ കിട്ടുമെന്നും ചോദിക്കാറുണ്ട്. നിതിൻ രാജിനെ ജാതി അധിക്ഷേപം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ കുട്ടി ഫസ്റ്റ് ഇയർ ആണ്. എന്നാൽ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വാസമുണ്ട്. ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പറഞ്ഞതിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഡോക്ടർ റാം വിളിച്ച വാക്കുകളടക്കം എഴുതിയാണ് ഡീനിന് പരാതി നൽകിയതെന്നാണ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളും പറയുന്നത്. കോളേജിൽ പ്രവേശനം നൽകുമ്പോൾ വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്ന പോലെ അധ്യാപകരുടെ മാനസിക നിലവാരവും കൂടി സർക്കാർ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ റാമിനെ പോലെയുള്ള ക്രിമിനൽ മനോഭാവമുള്ള അധ്യാപകരെ സമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അതിനായി ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് തന്നെ ഇറങ്ങണം. SFI എന്നോ KSU എന്നോ വ്യത്യാസമില്ലാതെ ഒരേപോലെ പ്രതിഷേധിക്കണം. റാം എന്ന പേര് കേട്ടതിനാൽ ഒരു പ്രത്യേകതരം വിദ്യാർത്ഥി സംഘടന ചിലപ്പോൾ ഈ സമരത്തിനിറങ്ങാൻ സാധ്യതയില്ല. അവരുടെ ഇടപെടൽ ഈ സമരത്തിന് ആവശ്യവുമില്ല. മനുഷ്യ ജാതിക്ക് ഒന്നാകെ അപമാനമായി മാറിയ റാം എന്ന ഈ ജാതി കോമരത്തെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം. വിദ്യാർത്ഥികളെ പണത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അളക്കുന്ന, അപമാനിക്കുന്ന ഇയാൾ ഒരു ദയയും അർഹിക്കുന്നില്ല. നിതിൻ രാജിൻ്റെ ആത്മാവിനെങ്കിലും അല്പം ആശ്വാസം ലഭിക്കണമെങ്കിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുകയും വേണം.